കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ വൈഫിന് ചെറിയൊരു പ്രോബ്ലം, വെയിറ്റർ എന്നൊക്കെ പറയുമ്പോൾ റെസ്റ്റോറൻറ്റിലെ വെയിറ്റർ ആണല്ലോ. അങ്ങനെ ഞാൻ ഫാദറിനോട് പോയിട്ട് പറയാണ്, ഇങ്ങനെ ഞാനും സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാൻ. അപ്പോൾ എന്നോട് പറഞ്ഞ് തുടങ്ങിക്കോ. അപ്പോൾ അന്ന് ഞങ്ങളെ കടയിലത്തെ ബിസിനസ് എനിക്ക് തോന്നുന്നു ഒരു 30,000 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 40,000 ഒക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു 10,000 റുപ്പീസ് ഇതിൽ വർദ്ധിപ്പിക്കുന്നത് ഡെയിലി ബിസിനസ്സിൽ ആ സമയത്ത്. അപ്പോൾ അവരോട് ഇതൊന്നും നീ 10,000 റുപ്പീസ് ഇതിൽ ബിസിനസ്സിൽ ഇൻക്രിമെന്റ് കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ തുടങ്ങാനുള്ള എല്ലാവിധ സെറ്റപ്പ് റെഡിയാക്കി തരാമെന്ന് ചാലഞ്ച് ഏറ്റെടുത്തു. അപ്പം അന്ന് മുതലുള്ള സെയിൽസ് സ്കില്ല്. അപ്പം അന്ന് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു ബിരിയാണി കഴിക്കാൻ വരുന്നതുകൊണ്ട് ചോദിക്കും ജ്യൂസ് വേണ്ടെന്ന് ചോദിക്കും. അപ്പം ചോദിക്കുക ജ്യൂസ് വേണ്ടെന്നല്ല ചോദിക്കുക, പൈനാപ്പിൾ ജ്യൂസ് വേണോ, മുസംബി വേണോ, ഓറഞ്ച് വേണോ, ഓപ്ഷൻസ് 3 അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറയും, വേണ്ടാന്ന് കൊടുക്കുന്നില്ല. പിന്നെ ഒരു അടുത്ത ചോദ്യം, ഒറ്റയ്ക്കാണല്ലേ, വൈഫിന് ഒരു പാർസൽ എടുക്കട്ടെ. അപ്പം അങ്ങനെ വരുന്ന കസ്റ്റമറെ കൂടെ തന്നെ കൂടുതൽ വാങ്ങിപ്പിച്ച് ഇത് ഞാൻ 2 മാസം കൊണ്ട് കവർ ചെയ്തു. 10,000 കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ ഒരു 3 to 6 months കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഏകദേശം 14 റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ, എറണാകുളത്ത്, സൗത്തിൽ വരെ എത്തി എന്നുള്ളതാണ്. 14ാമത്തെ ഹോട്ടൽ എറണാകുളത്തായിരുന്നു. ആദ്യം തുടക്കം കണ്ണൂരിൽ നിന്നായിരുന്നു.